മൊത്തം തകർന്നു കിടക്കുന്ന സിനിമയുടെ ദയനീയ അവസ്ഥ അയാൾ പച്ചയ്ക്ക് പറയുന്നു എന്നുള്ളതല്ല. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് പറയുന്നതിൽ നാണക്കേടുണ്ട്. ബറോസ് എന്ന് പറഞ്ഞ പടം കാണാൻ പോയിട്ട് ഇൻ്റർവ്യൂലായപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തി. മരക്കാറെന്ന് ഞാൻ പറയാം, അത് മരക്കാറാണ്. അത് കുഞ്ഞാലി മരക്കാർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെയ്ത സിനിമയുണ്ട്, അത് കാണണം. അതാണ് മരക്കാർ. 100 കോടി എനിക്ക് അങ്ങോട്ട് കിട്ടി, അല്ലെങ്കിൽ 150 കോടി കിട്ടി, അല്ലെങ്കിൽ 500 കോടി കിട്ടിയെന്ന് പറയപ്പെടുന്നത് ഈ കള്ളപ്പണം ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രക്രിയയാണോ ഇതിന്? എനിക്ക് ഞാൻ ഈ കോടികളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. 4 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. പടം തീർന്നപ്പോൾ 20 കോടിയായി. തമിഴിന് വിവരമില്ല, ഹിന്ദിക്കാരന് വിവരമില്ല, പഞ്ചാബിക്ക് വിവരമില്ല എന്ന് പറയും. പക്ഷേ നമ്മളെപ്പോലെ മണ്ടന്മാർ ലോകത്തില്ലെന്നേ. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? കുഞ്ചാക്കോ ബോബനും ആ ലിസ്റ്റൻ സ്റ്റീവനും കൂടി ഒരു ഷോയിൽ ഹോൾഡ് ഓവറായ 20 കോടി രൂപയ്ക്ക് എടുത്ത പടം ഒരു ഷോയിൽ ഹോൾഡ് ഓവറായ സംവിധായകനെ വെച്ച് പടം ചെയ്യുന്നു. നിർമ്മാതാക്കൾ സുരേഷ് കുമാറിന് ആർജവം ഉണ്ടെങ്കിൽ ലിസ്റ്റൻ സ്റ്റീവൻ്റെ പേരിൽ നടപടി എടുക്കണ്ടായി. അല്ലെങ്കിൽ കോടികൾ പോയ 100 കണക്കിന് നിർമ്മാതാക്കളുടെ കണ്ണീരിൻ്റെ കഥ അറിയുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയണേ. നമസ്കാരം. ഇന്ന് സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെക്കുറിച്ച് പല ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളടക്കം നടക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്ന് ശാന്തിവിള ദിനേശ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കാരണം ഈ സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന വിഷയമെന്ന് പറയപ്പെടുമ്പോൾ പ്രൊഡ്യൂസർമാരുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ ശാന്തിവിള ദിനേശ്, സ്വാഗതം. ഈ സുരേഷ് കുമാർ, ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് വരികയാണ്. സുരേഷ് കുമാർ സത്യത്തിൽ ഈ മലയാള സിനിമയെ തകർക്കാനുള്ള ഒരു ശ്രമമാണോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ശാന്തിവിള ദിനേശ് എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? മൊത്തം തകർന്നു കിടക്കുന്ന സിനിമയുടെ ദയനീയ അവസ്ഥ അയാൾ പച്ചയ്ക്ക് പറയുന്നു എന്നുള്ളതല്ലാതെ സിനിമ നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരിലൊരാളാണ് അയാൾ. കാരണം ചെറുപ്രായത്തിൽ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗമൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ്സൊക്കെ നടത്തി ജീവിക്കാവുന്ന ജീവിത പശ്ചാത്തലമുള്ളൊരു വീട്ടിൽ നിന്നാണ് വിദ്യാഭ്യാസമുള്ള സുരേഷ് കുമാർ ഒരു സംഘം ആൾക്കാരുമായിട്ട് കേരളത്തിൽ പേപ്പർ വിരിച്ച് മോഹൻലാലിനെയും പ്രിയദർശിനെയൊക്കെ കിടത്തി, സീറ്റില്ല ട്രെയിനിൽ, അങ്ങനെ കേരളത്തിൽ പേപ്പർ വിരിച്ച് കിടത്തി മദ്രാസിൽ കൊണ്ടുപോയി സിനിമ തുടങ്ങിയ ആളുകളാണ്. പിന്നീട് തിരുവനന്തപുരം ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് നായർ ലോബി പലതും പറഞ്ഞു. ഇന്നലെ എനിക്ക് എൻ്റെ ചാനലിൽ ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നെ പറയാണ്, ആ നായർ ലോബിയിൽ നിന്ന് മോഹൻലാൽ മാറി കൊച്ചിയിൽ പോയതുകൊണ്ടാണോ സുരേഷ് കുമാർ മോഹൻലാലിനെതിരെ സംസാരിക്കുന്നത്? ഞാൻ അപ്പോഴാണ് അങ്ങനെ ഒരു വേർഷൻ ആലോചിക്കുന്നത്. ഇനി ഈ ആന്റണി പെരുമ്പാവൂരിൻ്റെ കുട്ടികളുടെ കുമ്പാരി മോഹൻലാലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു രക്ഷകർത്താവ്. ഇനി മോഹൻലാലിൻ്റെ മുഹമ്മദ് ഈസ മുഖ്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ പറയുന്നത് നായർ ബെൽറ്റിൽ നിന്ന് മോഹൻലാൽ വഴുതി മാറിയതുകൊണ്ടാണ് സുരേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞു. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലേ. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് പറയുന്നതിൽ നാണക്കേടുണ്ട്. ബറോസ് എന്ന് പറഞ്ഞ പടം കാണാൻ പോയിട്ട് ഇൻ്റർവ്യൂലായപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തി. ഞാൻ തിയേറ്ററിൽ എത്ര തല്ലിപ്പൊളിയോടാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. എത്ര കോടി പോയെന്നറിയാം. പക്ഷെ അത് ഒരു മനസ്സിലാക്കി. കോടികളെന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളതാണ്, കോടികളുള്ളതാണ്. പക്ഷേ കോടികൾ കണ്ടവൻ്റെ ആണെന്നേ ഉള്ളൂ. ആന്റണി പെരുമ്പാവൂരിൻ്റെ പൈസ അല്ല. അതിൽ എപ്പോഴും കോ പ്രൊഡ്യൂസറായിട്ട് പൈസ ഉള്ളവന്മാരെ വയ്ക്കും. എന്നിട്ട് ആന്റണി ഫ്രണ്ടിൽ നെളിഞ്ഞ് നിൽക്കും, ഞാനാണ് പ്രൊഡ്യൂസർ, ആശീർവാദ് സിനിമ. എനിക്ക് വേറെ 1-2 ചോദ്യങ്ങളൂടെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ബറോസിന് പൈസ മുടക്കിയ എത്രയോ കോടി, എത്രയെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 10-26,000 കോടിയോ എന്തോ ലക്ഷം കോടിയോ എന്തൊക്കെ ഉള്ളതുകൊണ്ട് രവി പിള്ളയ്ക്ക് 10, 100, 150 കോടി പോയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ രവി പിള്ളയുടെ കാശാണ് ബറോസിൽ ഇറക്കിയതെന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രവി പിള്ളയാണ്. അത് ശരി. അതുകൊണ്ട് ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചോ അല്ലേ? രവി പിള്ളയുടെ പൈസ രവി പിള്ള കളയുന്നു, അതിന് നിനക്കെന്താ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അപ്പോൾ അതുപോലെ ഒടിയൻ, എന്തോ അറബിക്കടലിൻ്റെ സിംഹം തേങ്ങ എന്നൊക്കെ പറഞ്ഞൊരു പടം വന്നില്ല. മരക്കാറെന്ന് ഞാൻ പറയാം, അത് മരക്കാറാണ്. അത് കുഞ്ഞാലി മരക്കാർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെയ്ത സിനിമയുണ്ട്, അത് കാണണം. അതാണ് മരക്കാർ. അപ്പോൾ ഇങ്ങനെ കുറേ കോടികൾ അവർ കളയുന്നുണ്ട്. ഇപ്പം തന്നെ പറയുന്ന ഒരു പടം മോഹൻലാൽ അഭിനയിക്കുന്ന പുതിയ പടം വരുന്നല്ലോ, എമ്പുരാൻ. അങ്ങനെ ഒരു വാക്ക് തന്നെ മലയാളത്തിൽ കണ്ടെത്തിയതിന് പൃഥ്വിരാജിന് നമ്മൾ പ്രത്യേക അഭിനന്ദനം കൊടുക്കണം. എമ്പുരാൻ. നമ്മൾ തമ്പുരാൻ കേട്ടിട്ടുണ്ട്, തമ്പുരാനെന്നും അതുപോലെ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ എമ്പുരാൻ ആദ്യമായിട്ടാണ്. അതൊക്കെ ഈ നെയ്വരുത്ത അപ്പത്തിനെ രുചിക്കുറവുണ്ടാവില്ല എന്ന് എൻ്റെ അമ്മ കൊച്ചിലെ പറയുമായിരുന്നു. അതുപോലെ കാശ് വാരി ഇറക്കി ലോകത്ത് മുഴുവൻ പോയി ഷൂട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുന്നു. നന്നായി ഓടട്ടെ എന്ന് ഞാൻ പറയുന്നു. അല്ല, അതിന് ഈ കോടികൾ മുടക്കിയിട്ടുള്ള അതിനുണ്ട് കോടികൾ മുടക്കി കോടികൾ തിരിച്ചു വാരുന്നു എന്നുള്ളിടത്താണല്ലോ കുമാറിന്റെ ഒരു വാദം.
പുള്ളി പറയുന്നത് എന്താണ്, ഈ കോടികളൊന്നും ഇല്ല എന്നാണല്ലോ. ഓ ഇല്ല. അല്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, അത് ഇപ്പം ദിനേശേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ 26,000 കോടിയോ അല്ലെങ്കിൽ ലക്ഷം കോടിയോ ഉള്ളവരായിരിക്കും, ആയിക്കോട്ടെ, ആരോ ആളെ ഈ 100 കോടി എനിക്ക് അങ്ങോട്ട് കിട്ടി, അല്ലെങ്കിൽ 150 കോടി കിട്ടി, അല്ലെങ്കിൽ 500 കോടി കിട്ടിയെന്ന് പറയപ്പെടുന്നത് ഈ കള്ളപ്പണം ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രക്രിയയാണോ ഇതിന്? എനിക്ക് ഞാൻ ഈ കോടികളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവർ ചിലപ്പോൾ അതൊക്കെ ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ബെയർത്തുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് കളയില്ല. ബ്ലാക്ക് മണി ആണെങ്കിൽ ഇങ്ങനെ കൊണ്ട് കളയാൻ പറ്റും. ഇപ്പം തന്നെ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞ പടം ചെയ്ത സംവിധായകൻ എന്തോ രതീഷ് ബാലകൃഷ്ണൻ അമ്പാട്ടെന്ന് എന്തോ ഒരു പൊതുവാൾ അങ്ങനൊരു ആൾ ഇപ്പോൾ ഒരു പടം ചെയ്തു. എന്നാൽ താൻ പോയി കേസ് കൊടുന്ന് പറഞ്ഞാൽ അതിലുള്ള 2 കഥാപാത്രങ്ങളെ മാത്രം എടുത്തിട്ട് അതിൻ്റെ നിർമ്മാതാവിനോട് പെർമിഷൻ പോലും വാങ്ങാതെ അതെടുത്ത് വെച്ച് ഒരു പുതിയ പടം ചെയ്തു. 4 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. പടം തീർന്നപ്പോൾ 20 കോടിയായി. ആദ്യത്തെ ഷോയിൽ പടം വീണു. അപ്പോൾ 20 കോടി രൂപ മുടക്കിയിട്ട് 3 ലക്ഷമോ 30 ലക്ഷം എന്താണ് കിട്ടിയത്? 3 ലക്ഷം എന്താണ് കിട്ടിയത്? ഒരു ഷോയിൽ തീർന്നു ജാതകം. പക്ഷേ അതിൽ 2 പ്രൊഡ്യൂസേഴ്സാണ് കാശ് മുടക്കിയത്. അതിലൊരു പ്രൊഡ്യൂസർ പറയുകയാണ്, ഈ സുരേഷ് കുമാർക്ക് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ, ഞാൻ പാപ്പരൊന്നും ആയിട്ടില്ല, എൻ്റെ 20 കോടി പോയെങ്കിൽ അയാൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇവരെയൊക്കെ വേണം ED അന്വേഷിക്കാനുള്ളത്. 20 കോടി രൂപ പുല്ലുപോലെ പോയാൽ എനിക്ക് പുല്ലേ മാത്രം, ഞാൻ പട്ടിണി കിടക്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ എത്ര കോടി ഉണ്ടെന്ന് ED അന്വേഷിക്കണം. തീർച്ചയായിട്ടും അന്വേഷിക്കണം. അല്ലാതെ ഇവനെ പോലുള്ളവരെ വെറുതെ വിടരുതെന്ന്. അല്ല, എനിക്ക് ഈ സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ഈ BJPയുടെ ഒരു പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർ അതിനെ അങ്ങനെ കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ED കുറച്ച് ശക്തമാകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ EDയുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. ഞാനതാണ് ഈ കള്ളപ്പണത്തിനെ കുറിച്ച് സംസാരിച്ചത്. കാരണം കള്ളപ്പണം കയ്യിലിരിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ കുത്തിക്കഴപ്പ് വരുന്നത്. അപ്പോഴാണല്ലോ ഇതെടുത്ത് പുറത്തിറക്കി ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് വേർക്കാത്ത പണം ആയതുകൊണ്ട് എങ്ങനെ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ സ്കൂട്ടറിന് 50,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് നമ്മൾ പറയും. തമിഴിന് വിവരമില്ല, ഹിന്ദിക്കാരന് വിവരമില്ല, പഞ്ചാബിക്ക് വിവരമില്ല എന്ന് പറയും. പക്ഷേ നമ്മളെപ്പോലെ മണ്ടന്മാർ ലോകത്തില്ലെന്നേ. 50,000 രൂപ കൊടുത്താൽ 1 ലക്ഷത്തിൻ്റെ സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കൻ 400 കോടിയോ 490 കോടിയായിട്ടാണ് അടിച്ചു മാറ്റിയത് കേരളത്തിൽ നിന്ന്. ആലോചിക്കുക. അതിന് സത്യസായി ബാബയുടെ എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ് നടക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ ഒത്താശയും ചെയ്യുക. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വീടും കൂടും എല്ലാം റെഡി ചെയ്യുന്നു ED. അയാളുടെ 11 സ്ഥാപനങ്ങളും എന്തോടെയൊക്കെ റെഡി ചെയ്യുക. അപ്പം മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണ്. സിനിമാക്കാരും അതുകൊണ്ടാണ് മലയാളിയെ പറ്റിക്കുന്നതെന്ന് ഞാൻ പറയും. നിങ്ങൾ എത്ര കോടിക്ക് എടുത്തു എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ എന്നാ താൻ പോയി കേസ് കൊടുക്കുന്ന പടം കുഞ്ചാക്കോ ബോബനെ ഒഴിച്ച് വേറെ ആരും ഇല്ല അതിൽ, എല്ലാം പുതിയ ആളുകൾ. നമ്മളെന്ത് ഭംഗിയായിട്ട് ആസ്വദിച്ച സിനിമയായിരുന്നു. ആ പടം ഇങ്ങനെ ഓടിയപ്പോൾ ആ സംവിധായകൻ്റെ കൺട്രോൾ പോയി. അവൻ അതിലെ 2 ക്യാരക്ടർ എടുത്ത് ചെയ്ത പടത്തിന് 4 കോടി പറഞ്ഞിട്ട് 20 കോടി രൂപ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ആ 2 പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലെ ഒരു ബഡ്ജറ്റ് ഒക്കെ വെച്ചിട്ട് അതാണ് 4 കോടി. അതെ, 4 തല വെച്ച് കൊടുത്താൽ പിന്നെ ഊരാൻ പറ്റുമോ? 4 കോടി 20 കോടി ആയിട്ട് 4 കോടി പോയിട്ട് ഇനി ഒരു 10,000 രൂപ മറിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ആ പടം കിടക്കുന്നു ഇല്ലേ? ഇത് 20 കോടി രൂപ മുടക്കിയിട്ട് ആ പടം ഒരു ഷോയിൽ നിന്നെങ്കിൽ ആ സംവിധായകനെ 10 വർഷത്തേക്ക് ബാൻ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. സംഘടനാ നേതാക്കൾ തന്തൊക്കെ പറഞ്ഞവന്മാരാണെങ്കിൽ ആ സംവിധായകനെ 10 വർഷം നീ മുട്ടയിടണ്ടെന്ന് പറയണം അല്ലേ? അതിന് പകരം അവർ ചെയ്ത പണി എന്താ അറിയോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായ ലിസ്റ്റർ സ്റ്റീവൻ നിർമ്മിക്കുന്ന കുഞ്ചാക്കോ ബോബനുമായിട്ട് ചേർന്ന് ഇപ്പം നടന്മാരെല്ലാം നിർമ്മാതാക്കളാണ്. ഞാൻ പറയുന്ന നസീർ സാർ ഒരു നിർമ്മാതാവായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ 4 മക്കൾ കേരളത്തിൽ അംബാനിമാരായിരുന്നു. നസീർ സാറ് അതായത് ഏത് പൊട്ടപ്പടം ചെയ്താലും കളക്ഷൻ വാരുന്ന നായകനായിരുന്നല്ലോ. അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു. ഞാൻ അഭിനയിക്കുന്ന പടം മുഴുവൻ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ 100 കണക്കിന് നിർമ്മാതാക്കൾ ജീവിക്കില്ലായിരുന്നു. നസീർ സാറിൻ്റെ മക്കള് ശതകോടീശ്വരന്മാരായിരുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? കുഞ്ചാക്കോ ബോബനും ആ ലിസ്റ്റർ സ്റ്റീവനും കൂടി ഒരു ഷോയിൽ ഹോൾഡ് ഓവറായ 20 കോടി രൂപയ്ക്ക് എടുത്ത പടം ഒരു ഷോയിൽ ഹോൾഡ് ഓവറായ സംവിധായകനെ വെച്ച് പടം ചെയ്യുന്നു. നിർമ്മാതാക്കൾ സുരേഷ് കുമാറിന് ആർജവം ഉണ്ടെങ്കിൽ ലിസ്റ്റർ സ്റ്റീവൻ്റെ പേരിൽ നടപടി എടുക്കണ്ടേ? അതോടെയാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ തള്ളയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സംഘടനാ നേതാവായ ലിസ്റ്റർ സ്റ്റീഫൻ 4 കോടി രൂപയ്ക്ക് പറഞ്ഞ പടം 20 കോടി ആക്കിയെങ്കിൽ അവൻ അടുത്ത സിനിമ എടുക്കാൻ പോകുമെങ്കിൽ അവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണ്ടേ? ആ സംവിധായകനെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റി നിർത്തേണ്ടത്. ലിസ്റ്റിനെയാണെന്ന് മാറ്റി നിർത്തണ്ടേ? ഫെഫ്ക ചെയ്യേണ്ടതെന്ന് അറിയാം. ഫെഫ്ക ചെയ്യേണ്ട വയലേറ്റ് ചെയ്തുകൊണ്ട് അവനെ 10 വർഷം ആ സംവിധായകനെ മാറ്റി നിർത്തണം. സുരേഷ് കുമാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് ഈ നടന്മാർ അവരുടെ റെമ്യൂണറേഷൻ കുറയ്ക്കണം. എന്തിന്? അതെന്താണ് അങ്ങനെ എന്തിനു കുറയ്ക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കേട്ടെ ഗോപൻ വർക്ക് ചെയ്യുന്ന ഈ ചാനലിൽ ഗോപന്റെ ശമ്പളം ഗോപനാണോ നിശ്ചയിക്കുന്നത്? ഞാനാണോ? അതെ, ഞാനാണ് നിശ്ചയിക്കുന്നത്. ഉത്തരം അവിടെ തീർന്നു. ഗോപൻ അത്രേ ഉള്ളൂ.
മോഹൻലാൽ എത്ര വാങ്ങണമെന്ന് നിങ്ങൾ ആരാ തീരുമാനിക്കുക? ഞാനത് അപ്പം പിന്നെ സുരേഷ് കുമാർ അതാണോ അവിടെയാണ് എനിക്ക് അത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. അവരുടെ വിഷമങ്ങൾ പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കോടികൾ പോയ നൂറുകണക്കിന് നിർമ്മാതാക്കളുടെ കണ്ണീരിൻ്റെ കഥ അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയണേ. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് 30 കോടിയൊക്കെ വാങ്ങിയിട്ട് ഓവർസീ റൈറ്റും കൂടെ വാങ്ങിക്കും. അല്ലെങ്കിൽ 15 കോടി വാങ്ങുന്ന നായകൻ അല്ലെങ്കിൽ അയാളെ മോൻ 15-20 കോടി വാങ്ങിച്ചിട്ട് ഓവർസീസ് റൈറ്റ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ NRI ആവും കാശ്. ഇവിടെ കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഇങ്ങനെ കൊള്ളയടിക്കാമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് അത് തന്നെയല്ല, ഈ കൊള്ളയടിക്കുന്നവന്മാരെ അങ്ങ് മാറ്റി നിർത്തണമെന്നേ. ഇപ്പം മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എല്ലാ പടവും. മമ്മൂട്ടി ചെറിയ ബജറ്റിൽ എടുക്കുന്ന വലിയ ലാഭം കിട്ടാവുന്ന സബ്ജക്റ്റുകൾ മാത്രമേ പുള്ളി ചെയ്യൂ. മനസ്സിലായി? നല്ല കച്ചവടക്കാരനാണ്. അത് ചെയ്ത അയാൾക്കറിയാം വിറ്റെടുക്കാൻ. ഓവർസീസ് റൈറ്റും ഇവിടുത്തെ സാറ്റലൈറ്റും OTT എല്ലാം കൂടെ. ഇപ്പോൾ ഒരു OTTയുടെ ഏതെങ്കിലും ഒരു കമ്പനി വിളിച്ച്, സോണിയെ വിളിച്ചിട്ട്, ഞാൻ മമ്മൂട്ടിയാണ് സംസാരിക്കുന്നത്, എൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് നടക്കുന്നു, ഞാനത് പ്രൊഡ്യൂസ് ചെയ്യണം, നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ സോണി നോ പറയില്ല. അപ്പോൾ അയാൾക്കത് വിറ്റെടുക്കാൻ അറിയാം. അതുകൊണ്ട് പൊളിഞ്ഞാലും ലാഭമാണ്, അയാളുടെ പൈസ കിട്ടും. ഞാൻ പറയുന്നത് അങ്ങനെ എടുക്കട്ടെ. അങ്ങനെ ഞാൻ കേട്ട് സോണി കമ്പനി 5 പടം എടുക്കുമായിരിക്കും മമ്മൂട്ടി. 6ാമത്തെ ആകുമ്പോൾ പറയില്ല പോകാതെ എൻ്റെ കയ്യിലേക്ക്. അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നടന്മാർ പ്രൊഡ്യൂസർമാരാകണ്ട എന്ന് പറയാനുള്ള ഒരു അവകാശവും സുരേഷ് കുമാറിനില്ല. അത് സുരേഷ് കുമാറിൻ്റെ ഒരു കടന്ന കൈയായി. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കോടിക്ക് എടുക്കാമെന്ന് പടം 20 കോടിയായി. അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ കാർ ഷെഡിൽ കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും. അല്ലല്ല, അവൻ ക്ലിയർ ചെയ്തല്ലോ, അത് ഞാൻ അല്ലാന്ന് കാർ ഷെഡിൽ കിടക്കുന്നത്. എൻ്റെ കൂടെ വന്ന് ഞാൻ പറ്റിച്ച് ചാടിച്ചില്ലേ, അവനാണ്, ഞാനല്ലാന്ന്. ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ദാരിദ്ര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അയാളുടെ ED അന്വേഷിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം അതാ. കാരണം 20 കോടി പോയാൽ പുല്ലേ മാത്രമെന്ന് പറഞ്ഞാൽ അവൻ്റെ എത്ര കാശ് കണക്കിപ്പെടാത്തതുണ്ടെന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, ഈ നടന്മാരായാലും ശരി, ചില ഫെഫ്കയിലുള്ള ചില സംവിധായകർ, തിരക്കഥാകൃത്ത് ഇങ്ങനെ വലിയ തുകകൾ ചോദിക്കുന്നത്. ഒരു പടം കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഞാൻ സംവിധായകൻ്റെ പേര് പറഞ്ഞത് ശരിയല്ല, സൂപ്പർ ഹിറ്റായ ഒരു പടം ചെയ്ത സംവിധായകൻ അടുത്ത പടത്തിന് ചോദിക്കുന്നത് 1.5 കോടിയാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഞാൻ അഭിനയിച്ച്, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ തിരക്കഥ എഴുതി തരാം, പക്ഷേ എനിക്ക് 3 കോടി തരണമെന്ന് പറഞ്ഞ് ഇപ്പം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. പേരുകൾ ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരുപാട് പേരെ കഥ അറിയാം. അപ്പോൾ കൊള്ളയടിക്കുകയാണ്. നസീർ സാർ അവസാനത്തെ 6-7 പടത്തിനാണ് 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടവും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാമെന്ന് നസീർ സാർ പറഞ്ഞിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ നസീർ സാറായിരിക്കും കേരളത്തിലെ ഏറ്റവും, നമ്മുടെ യൂസഫ് അലി ബായിയേക്കാളും കാശുകാരനായിരുന്നു തന്നെ. അദ്ദേഹത്തിൻ്റെ മക്കളെ സ്റ്റേബിളായിട്ട് നിന്ന് പിന്നെ എത്രായിരം കോടി ഉണ്ടാക്കായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ അത് ചെയ്തിട്ടില്ല. ഒരു പടം വീണാൽ ആദ്യ ഷോയിൽ അറിയുമല്ലോ, പടം പൊട്ടി എന്ന് അറിഞ്ഞാൽ അതിന് കേരളത്തിൽ മുഴുവൻ അദ്ദേഹം ആളുകൾ വെച്ചിട്ടുണ്ട്. അവരെ വിളിച്ച് കേൾക്കും, അസേ എങ്ങനെയുണ്ട് പടം, സാറേ പടം വീണു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ പ്രൊഡ്യൂസറെ വിളിക്കുകയാണെന്നേ, വിളിച്ചിട്ട് പറയാം, അസേ ഞാൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, മാർവാടിയും ഞാൻ റെഡിയാക്കി തരാം, ഒരു കഥ പെട്ടെന്ന് കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യണമെന്നറിയാം. 3 ഷിഫ്റ്റാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. രാവിലെ 6 മുതൽ 12 വരെയും, 1 മുതൽ 5 വരെയും, 6 മുതൽ 9 വരെ, അങ്ങനെ 3 ഷെഡ്യൂളാണ്. 3 പടമാണ് വർക്ക് ചെയ്യണ ഒരു ദിവസം. പുള്ളി എന്താണെന്ന് വെച്ചാൽ ഈ 3 പേരെയും വിളിച്ചിട്ട് ഓരോ മണിക്കൂർ കട്ട് ചെയ്യും. അപ്പം ഇന്ന് 3 മണിക്കൂർ കിട്ടിയല്ലോ. പുള്ളി ഉറങ്ങുന്ന ഇന്ന് 2 മണിക്കൂർ കട്ട് ചെയ്യും. എന്നിട്ട് ആ പൊളിഞ്ഞു പോയ പ്രൊഡ്യൂസർക്ക് വേണ്ടി അടുത്ത പടം ചെയ്ത് കൊടുക്കുക. അതായിരുന്നു മനുഷ്യൻ. അതാണ് ദൈവത്തിനെ പോലെ കാണേണ്ട മനുഷ്യൻ. ഞാൻ നസീർ സാറിനെ പറയാം. ഇപ്പോൾ ദിനേശേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അവസാന ഒരു 5-6 വർഷമാണ് പുള്ളി 1 ലക്ഷം വാങ്ങിച്ചത്. അതിന് നമ്മുടെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അയാൾക്ക് ജീവിക്കാറുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ അന്ന് ഇന്നത്തെ വാല്യൂ വെച്ച് ഇല്ല. ഈ പറയുന്ന 30 കോടിയുടെ വാല്യൂ ഒന്നും വന്നില്ല. ആ 1 ലക്ഷം രൂപ ഇപ്പം 30 കോടിയുടെ വാല്യൂ അല്ല. അങ്ങനെ പറയുന്നവർക്ക് അതൊരു താക്കീതായിട്ട് അതൊക്കെ അവരെന്ത് വേണോ പറഞ്ഞോട്ടെ, അതൊന്നും അല്ല പ്രശ്നം. നസീർ സാർ ആവാനൊന്നും ഇവരെ കാക്കും കഴിയില്ല. അത് ആ ഒരു മനുഷ്യന് മാത്രം വിധിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും ഇല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റെഫനും എല്ലാവരും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇവർക്കിടയിൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരാൾ മാറപ്പെടുന്നു, ലിസ്റ്റിൻ സ്റ്റീഫൻ വേറൊരു എതിർത്ത് നിൽക്കുന്നു. സുരേഷ് കുമാർ മാത്രമാണോ ഇതിൻ്റെ യഥാർത്ഥ? അല്ല, അത് അവിടെയാണ് ഈ പത്രക്കാരൊക്കെ കൂടെ വഴിതെറ്റിച്ചത്. അവിടെയാണെന്നേ. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും തിയേറ്റർ യൂണിയൻ്റെയും വിതരണക്കാരുടെയും ഒരു കോമ്പിനേഷനിലാണ് അവരെ മീറ്റിംഗ് കൂടിയത്. ആ 3 സംഘടനകളും കൂടെ മീറ്റിംഗ് കൂടിയിട്ട് അത് പത്രക്കാർക്ക് ബ്രീഫ് ചെയ്ത ജോലി മാത്രമേ സുരേഷ് കുമാറിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സുരേഷ് കുമാർ വില്ലനായി. സുരേഷ് കുമാർ ആ 3 സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനങ്ങൾ പറഞ്ഞ എന്താ, ജൂൺ 1 മുതൽ കേരളത്തിൽ തിയേറ്ററിൽ സിനിമയും കാണിക്കില്ല, ഷൂട്ടിങ് നടക്കില്ല. 100 ദിവസത്തിലധികം 108 ദിവസമായിട്ടുണ്ടായിരുന്നു സുരേഷ് കുമാർ പറയുമ്പോൾ. ഈ 108 ദിവസത്തിനിടയിൽ സർക്കാരിന് വിവിധ ബോഡികളുണ്ട്, അവർക്ക് വിളിച്ച് ചർച്ച ചെയ്യാം, സംഘടനകൾക്ക് തമ്മിൽ ചർച്ച ചെയ്യാം, എല്ലാം ചെയ്യാമായിരുന്നു. ഇതൊന്നും ആലോചിക്കാതെ നാളെ മുതൽ സിനിമയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സുരേഷിനെ തള്ളക്കി വിളിച്ചത്.
പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ എം ടി വാസുദേവൻ നായരാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് തോന്നുന്നു. അതിന്റെ സാഹിത്യ ഭാഷ കേട്ടാൽ അത് എഴുതി കൊടുക്കുന്ന ആളിനെയൊക്കെ എനിക്കറിയാം. അല്ല, ആന്റണി പെരുമ്പാവൂർ എഴുതുന്നതല്ല. അതാരാ എഴുതി കൊടുക്കുന്നത്? അത് എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നത് ഭാനുപ്രകാശ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ പുറകെ നടന്ന് മോഹൻലാലിൻ്റെ പുസ്തകങ്ങൾ എഴുതുക, മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുക, മോഹൻലാലിനെ വിറ്റിങ്ങനെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സുഹൃത്തുക്കൾ എൻ്റെ നല്ല പരിചയക്കാരൻ. ഞാൻ ചോദിക്കുന്നത്, ഈ മോഹൻലാലിനൊന്നും ബുദ്ധി കുറവാണ്, അതോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ പറയുന്നത് കേട്ടിട്ട് ഇയാൾ ജീവിക്കാൻ നിൽക്കുന്നില്ല? ബുദ്ധി കുറവൊന്നുമില്ല. ആന്റണി പറയുന്നത് മാത്രമേ മോഹൻലാൽ കേൾക്കൂ എന്നുള്ളൊരു അത് അവർക്ക് തമ്മിലേ അറിയാം. അതിൻ്റെ ഒരു കെമിസ്ട്രി എനിക്കറിയില്ല എന്താണ്. കാരണം ഈ ആന്റണി പറയുന്നത് എന്തും വിശ്വസിക്കുന്ന തരത്തിൽ. ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് ആന്റണിയോട് പറയാനുള്ളത്, ഞാൻ ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു, കണ്ണദാസൻ MGRമായിട്ട് തെറ്റാൻ കാരണം ജയലളിത പോയി എന്തോ ഒരു മോശത്തരം പറഞ്ഞു കണ്ണദാസനെ പറ്റി. അപ്പോൾ MGR കണ്ണദാസനെ ഒഴിവാക്കി. അപ്പോൾ ജയലളിതയ്ക്ക് വേണ്ടി ഒരു താക്കീതായിട്ട് കണ്ണദാസ് എഴുതി, പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു ഗരുഡ സൗഖ്യമാണ്. കാരണം പരമശിവൻ്റെ കഴുത്തിലിരിക്കുമ്പോൾ മൂർഖം പാമ്പിന് ചോദിക്കാം ഗരുഡ സൗഖ്യമാണ്, കാരണം പരമശിവൻ്റെ കഴുത്തിലാണ് കിടക്കുന്നത്. പക്ഷേ പരമശിവൻ ഒരു ചൊറിച്ചിലോ കുളിക്കാനോ പോകാൻ നേരത്ത് ഈ പാമ്പിനെ എടുത്ത് താഴെ വയ്ക്കുമ്പോൾ പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോകും, ഗരുഡം വേണ്ട. ഇത് ആന്റണി പെരുമ്പാവൂരുമാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതൊരു നല്ല, തീർച്ചയായിട്ടും കണ്ണദാസൻ MGRനിട്ട് തമിഴ് സിനിമയിൽ ഒരാളെ അടി കൊടുത്തിട്ടുള്ളൂ, അത് കണ്ണദാസനാണ്. അതുപോലത്തെ ഒരു സംഭവമായിരിക്കും ആന്റണിക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ല, ആവട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ സുരേഷ് കുമാറിനെതിരെ ഇനി ഭാനുപ്രകാശ് അല്ല MT വാസുദേവൻ നായർ എഴുതി കൊടുത്തതെടുത്ത് ആന്റണി പോസ്റ്റ് ചെയ്യുമ്പോഴും ആ പോസ്റ്റിങ്ങിന് മുമ്പ് മോഹൻലാൽ വായിച്ചു നോക്കണമായിരുന്നു. അതിന് അദ്ദേഹം അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ പിന്തുണ പ്രഖ്യാപിച്ചതിനേക്കാളും രസം എന്താ അറിയോ, അതിൻ്റെ പുറകെ പൃഥ്വിരാജൊക്കെ ചെന്ന് അണ്ണാ ഓക്കെ അല്ലേ, കാരണം പൊക്കി വിടുകയാണ്. അണ്ണാ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യം, ഇപ്പോൾ ഈ സിനിമ നടന്മാരും നടിമാരെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമാണ് ടൂൾ അല്ലേ, അവരുടെ ശരീരം വിറ്റാണ് അവർ ജീവിക്കുന്നത്. അതാണല്ലോ അവരുടെ അസറ്റ്. സ്വന്തം ശരീരത്തിൽ എക്സസൈസ് ചെയ്ത് ബോഡി കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വരുന്ന ട്രെയിനറുടെ പൈസ വരെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ആളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായിരുന്ന ഒരു നേതാവ്, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലേക്ക് പൃഥ്വിരാജ് അഭിനയിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ട്രെയിനറുടെ പൈസയൊന്നും ഞാൻ കൊടുക്കില്ല, അത് നിൻ്റെ ബോഡി നന്നാക്കാൻ വരുന്നതാണ്, അത് നീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വെച്ച് ഈ പ്രോജക്റ്റ് നിർത്താം എന്ന് പറഞ്ഞു. ഈ പ്രൊഡ്യൂസർ രഹസ്യമായിട്ട് ആ ട്രെയിനറുടെ പൈസ കൊടുത്തു. അങ്ങനെ വരെ പ്രൊഡ്യൂസർമാരെ ഇളുക്കുന്നവന്മാരാണ് അണ്ണാ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു എന്താ, ഉണ്ണി മുകുന്ദൻ ആന്റണി പെരുമ്പാവൂരിൻ്റെ അടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു അവൻ്റെ ഫേസ്ബുക്കിൽ. പിന്നെ ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്താൽ ഉടനെ കേരളത്തിലെ ജനം മുഴുവൻ ഉണ്ണി മുകുന്ദന് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മറ്റേ ഇപ്പോൾ ഒരു കൊച്ചിനെയൊക്കെ വലിച്ചീർന്നൊരു പടം വന്നല്ലോ, ഒരു കൂതറ പടം, അവൻ്റെ അത് മാർക്കൊക്കെ ഇന്ത്യ മുഴുവൻ ഓടി, ഒരുപാട് കാശുണ്ടാക്കി. അപ്പോൾ അവന് തോന്നിക്കാണും പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചാൽ ഗരുഡ സൗഖ്യമാ എന്ന് ചോദിച്ച പോലെ അവനും വിചാരിച്ച് ഞാൻ സുരേഷ് കുമാറിൻ്റെയൊക്കെ മുകളിലാണെന്ന് തോന്നിക്കാണും. പിന്നെ എന്താ അജു വർഗീസ്, ഇവനൊക്കെയാണ് സുരേഷ് കുമാറിനെ തള്ളക്കി വിളിക്കുന്നത്. ആലോചിച്ച് നോക്കിയാൽ. പിന്നെ ഇന്നലെ നോക്കുമ്പോൾ സംഘടനാ നേതാവ് എന്ന് പറഞ്ഞു എൻ്റെ സീരിയലിലൊക്കെ പിന്നെ ഒരു ചേർത്തല ജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അറിയാം. സ്വന്തമായി ഒരു സിനിമയിൽ പോലും ഐഡൻറ്റിറ്റി തെളിയിക്കാത്ത ചേർത്തല ജയനൊക്കെ സുരേഷ് കുമാറിനെ വെല്ലുവിളിക്കുന്നു, ആടാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ ചോദിക്കുന്നു. അവരിപ്പോൾ മാനുഷ കേസ് എന്തോ ഫയൽ ചെയ്യുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. മോഹൻലാലിൻ്റെ ഔദാര്യത്തിലാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്നത്. ചേർത്തല ജയൻ പറയുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിൽക്കുന്നത് അമ്മയുടെ ഔദാര്യത്തിലും മോഹൻലാലിൻ്റെ ഔദാര്യത്തിലുമാണ്. ഇതാണ് വർത്തമാനകാല മലയാള സിനിമ, മനസ്സിലായില്ലേ? കാശ് മുടക്കുന്നവന് യാതൊരു റോളും ഇല്ല, ക്യാഷ്യറുടെ റോള് പോലും ഇല്ല. അതുപോലെ ഒരു അറിവിലേക്കും കൂടെ ഒരു കാര്യം പറയാം. ഇവിടെ കിരീട ഉണ്ണി എന്ന് പറഞ്ഞു കിരീടം വയ്ക്കാതെ നടന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, കിരീടമൊക്കെ എടുത്ത ഉണ്ണി മില്ലേനിയം സ്റ്റാർസ് എന്നൊരു പടം എടുത്തു ജയരാജിനെ വെച്ച്. 2000 ആയപ്പോൾ, 2000 മില്ലേനിയം. അതിൻ്റെ സ്ഥിരം കോസ്റ്റ്യൂമർ ഇന്ദ്രൻസ് ആയിരുന്നു. പക്ഷേ ഈ മില്ലേനിയം സ്റ്റാർസ് ചെയ്തപ്പോൾ ഇന്ദ്രൻസിനെ ഒന്നും വെച്ചില്ല, വേറെ ഏതോ വലിയ കോസ്റ്റ്യൂമറൊക്കെ വെച്ച് ചെയ്തു. അപ്പോൾ കിരീട ഉണ്ണി പറഞ്ഞത്, നമ്മുടെ മുമ്പത്തെ പടമായ മാലയോഗത്തിൻ്റെ മൊത്തം കോസ്റ്റ്യൂംസിൻ്റെ പൈസ ജയറാമിൻ്റെ ഡ്രസ്സിന് മാത്രമായി എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഷോയ്ക്ക് തലകുത്തി വീണ്, അതോടെ കിരീട ഉണ്ണി തീർന്നു. ഈ കിരീട ഉണ്ണി വേറൊരു സെറ്റിൽ ഇതിൽ പൊട്ടിയ ഈ പടത്തിലെ ഒരു നായകനെ കാണാൻ, 2 നായകന്മാരാണല്ലോ, ബിജു മേനോനും ജയറാം, അതിലാരായിരിക്കും കൂവിയെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അവനെ കണ്ടൊരു ഡേറ്റ് വാങ്ങിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൊട്ടിയ പടത്തിലെ നായകൻ കൂകിയിട്ട് പറയണത് പൊളിഞ്ഞ പ്രൊഡ്യൂസർ പറയണത് ഇവ അഭിനയിച്ച പടമാണ്. ഇതാണ് മലയാള സിനിമ. പ്രൊഡ്യൂസർമാർക്ക് യാതൊരു റോളും ഇല്ല. കാരവാനിൽ AC അടുത്ത പടത്തിൻ്റെ കഥ ചർച്ച, ഗൾഫിൽ പോയാൽ മറ്റേ ഉദ്ഘാടനത്തിന് എത്ര ലക്ഷം കിട്ടും, ഈ ചർച്ചകൾ ഈ പ്രൊഡ്യൂസറുടെ ചിലവിൽ കാരവാനിൽ AC ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ പാവം പ്രൊഡ്യൂസർ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിട്ട് വെയിലത്ത് വെയിൽ കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് മലയാള സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ സുരേഷ് കുമാർ പറയുന്ന കാര്യങ്ങളോട് 100%
ആകപ്പാട് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഇതാണ്. അതായത് മമ്മൂട്ടി മോഹൻലാലും നടന്മാർ സിനിമ എടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇവനെയൊക്കെ കൊണ്ട് നിരന്തരമായി പടം അടുപ്പിച്ച് ഇവൻ്റെയൊക്കെ കയ്യിലിരിക്കുന്ന മുഴുവൻ പൈസയും തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതൊന്നും കച്ചവടക്കാരനാണല്ലോ. അവർ നല്ല കച്ചവടക്കാരാണ് ചെയ്യില്ല. അല്ല, നേരത്തെ ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് ഒരു സിനിമ എടുക്കണമെങ്കിൽ മമ്മൂട്ടിക്ക് എങ്ങനെ സിനിമ എടുക്കണം അറിയാം. പക്ഷേ ഒരു കാര്യം 5 പടം കഴിയുമ്പോൾ 6ാമത് സോണി വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കില്ല. 5 പടമൊക്കെ സോണി എടുക്കുമായിരിക്കും മമ്മൂട്ടിയല്ലേ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ 6ാമത്തെ ആവുമ്പോൾ പറയും ശല്യം ഇയാൾക്ക് വേറെ ജോലിയില്ലേ. അല്ല, ഈ മലയാള സിനിമയിലെ നടന്മാരെല്ലാം പ്രൊഡ്യൂസർമാരാവുന്നുണ്ട്. പക്ഷെ നടിമാർക്ക് എന്തുകൊണ്ട് നടിമാരായല്ലോ. ഇപ്പോൾ കയറ്റുമെന്നുള്ള മഞ്ജു വാര്യനെടുത്ത് മഞ്ജു വാര്യരുടെ പെർമിഷൻ ഇല്ലാതെ സംവിധായകൻ അമേരിക്കയിൽ പോയിരുന്നിട്ട് ഫ്രീ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ചല്ല, ഈ മഞ്ജു ബുദ്ധിയുള്ള പെണ്ണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവളെ പൈസയ്ക്ക് പടം എടുത്തിട്ട് അതിൻ്റെ സംവിധായകൻ അമേരിക്കയിൽ ചെന്നിട്ട് ഫ്രീ ലിങ്ക് ഞാൻ അയച്ചിരിക്കുന്നു എല്ലാവരും കണ്ടോന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ് അങ്ങനെ ഉള്ളത്, അല്ലാതെ ഞാൻ കേൾക്കട്ടെ, മലയാള സിനിമയിൽ ഏത് നായികയ്ക്ക് പൈസ മുടക്കി സിനിമ എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ അപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. നായക നടന്മാർക്ക് ഈ പറഞ്ഞ പോലെ 30 കോടി 40 കോടി 50 കോടി അല്ലെങ്കിൽ 15 കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ നടിമാർക്ക് എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കുന്നത്? അഭിനയിക്കാൻ ആ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതുണ്ട്. അല്ല, മാർക്കറ്റ് വാല്യൂ എന്ന് പറയപ്പെടുന്നതാണോ? ആണ്, പിന്നെ ഉറപ്പല്ലേ. ഞാൻ കേട്ടെ ഇപ്പം ഈ പുട്ടിന് പീര പോലെ ഒരു നായിക വേണമെന്നുള്ള അല്ല. ഇപ്പം കണ്ണെഴുതി പൊട്ടും തൊട്ടില്ല തിലകൻ ചേട്ടനെയും ബിജു മേനന്റെയും മോളിലായിരുന്നു മഞ്ജുവിൻ്റെ അഭിനയം. പക്ഷെ അത് വല്ലപ്പോഴും സംഭവിക്കുന്നത് മാത്രമാണ്. അതുപോലത്തെ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുകയില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ അതിന്റെ പിന്നിലാണ് നടന്മാരാണ് ഈ നമ്മുടെ ഒരു ആസ്വാദനക്ഷമതയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ മോഹൻലാൽ നിങ്ങൾക്ക് ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ 60 ദിവസം തന്നു എന്നൊരു ലെറ്റർ പേഡിൽ എഴുതി തന്നാൽ ഇപ്പോഴും അയാൾക്ക് ഒരു 10-20 ലക്ഷം രൂപയുടെ 20 കോടിയുടെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാറ്റലൈറ്റും OTTയും കൊടുക്കാമെന്ന് മാത്രമല്ല മദ്രാസിലെ മാർവാടി ഇരുന്ന് എത്ര കോടി വേണമെങ്കിലും കടവും കിട്ടും. ഈ പേപ്പർ കാണിച്ചാൽ മതി. അങ്ങനെ കാണിക്കാവുന്ന ഒരു നായിക മലയാളത്തിലില്ല. അതുകൊണ്ട് നേരെ മറിച്ച് വിജയശാന്തിയെ പോലെ അല്ലെങ്കിൽ നയൻതാരയെ പോലെ ഒരു പെണ്ണ് മലയാളത്തിലില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എടുത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ ആ മൊത്തം പൈസ പോയി കിട്ടും. ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ പോയും ശരീരമൊക്കെ കാണിച്ച് ഉദ്ഘാടനത്തിന് ചില കൂതറകൾ പോകണില്ലേ, അതൊക്കെ പോയി ഉണ്ടാക്കുന്ന പൈസ എടുത്ത് ഇത് ചെയ്താൽ എല്ലാം പോകും. വന്ന് നിന്നതും എല്ലാം പോകും. അപ്പോൾ അത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഇഷ്ടം പോലെ അല്ലേ ഉണ്ടാക്കണം, ഇഷ്ടം പോലെ. പണ്ടൊക്കെ നമ്മൾ മാറുമറയ്ക്കലിന് വേണ്ടി സമരം ചെയ്ത നാടാണ്. ഇപ്പോൾ പറയാണ് മാറ് കാണിക്കുന്നതിന് സമരം ചെയ്യുന്ന നാടാണ്. ഞങ്ങൾ കാണിക്കും, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. തലയിൽ കണ്ണട വെച്ച സംഘടനയൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ എന്ത് കാണിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിലൊന്നും ആരും ഇടപെടുന്നത്. അപ്പം മാറുമറയ്ക്കലിന് വേണ്ടി സമരം ചെയ്ത സംസ്ഥാനത്ത് മാറ് കാണിക്കാനുള്ള സമരം നടന്നിട്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. പറഞ്ഞ ഞാൻ സ്ത്രീ വിരോധിയാണെന്ന്. അതെ, ആ ഡയലോഗിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ. അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്ത്രീ വിരോധിയാണോ സ്ത്രീ പക്ഷപാതിയാണോ എന്ന് എനിക്ക് ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, WCCയിലൊന്നും ഒട്ടും വേണ്ട. കാരണം ഞാൻ ആരാണെന്ന് എനിക്ക് സംഘടനകൾ ഇവിടുത്തെ ഈ സംഘടനകൾ ആവശ്യമുള്ളതാണോ അതോ ഇതൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വന്നു. ഇപ്പോൾ തന്നെ മാറ്റ എന്ന് പറഞ്ഞ സാംസ്കാരിക സംഘടന പറഞ്ഞിരുന്ന ന്യായമായ കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സ് കേട്ടിരുന്നെങ്കിൽ ഫെഫ്ക ഉണ്ടാവില്ലായിരുന്നു, മാറ്റ ഫെഡറേഷൻ ഉണ്ടാവില്ലായിരുന്നു. സഹികെട്ടാണ് മാറ്റ ഫെഡറേഷൻ ഉണ്ടാക്കിയ. അതാണ് മറ്റേ ബസ്വാസറിന് വരം കൊടുത്ത പോലെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ ചവിട്ടി തീർത്തത്. പെണ്ണ് ഭാര്യയെ കൂട്ടി കൊടുത്താലും ചില സംവിധായകന്മാർക്ക് സിനിമ എടുത്താൽ മതി എന്നൊക്കെ പ്രസംഗിച്ചാണല്ലോ മാറ്റ ഫെഡറേഷൻ തീർന്നത്, ഫെഫ്ക ഉണ്ടാവുന്നത്. സംഘടന ഉണ്ടാവുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണമെങ്കിൽ സംഘടന വേണം. പ്രത്യേകിച്ച് സിനിമയിൽ സ്ഥിരമായ വരുമാനമല്ലല്ലോ. ഒരു പടം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ വർക്ക് ചെയ്ത പൈസ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ, ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ നിശ്ചല ഛായാഗ്രാഹകൻ P. ഡേവിഡ് എന്ന് പറഞ്ഞ മദ്രാസിൽ നമ്മുടെ ഒരു കാലത്തെ മലയാള സിനിമ മുഴുവൻ സ്റ്റില്ലെടുത്തത് അദ്ദേഹമാണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിലെ വർക്ക് ചെയ്ത സിനിമയുടെ മുഴുവൻ നെഗറ്റീവും നിധി പോലെ സൂക്ഷിച്ച ഏക ആളേ ഉള്ളൂ, അത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ മാധ്യമത്തിലൊരു ആർട്ടിക്കിളിൽ അനുഭവങ്ങൾ പാളിച്ചകളിൽ ഒരു സ്റ്റില്ല് വേണമെങ്കിൽ P. ഡേവിഡിനെ വിളിച്ചാൽ മതി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിന് അദ്ദേഹം 600 രൂപ വാങ്ങിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ ആ നെഗറ്റീവ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ NL ബാലകൃഷ്ണൻ അടക്കം അന്നന്ന് നടക്കുന്ന പടത്തിൻ്റെ വർക്ക് പ്രിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ നെഗറ്റീവിനെ കളഞ്ഞു. അതാണ് എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ സുരേഷ് കുമാറാണെങ്കിലും പ്രൊഡ്യൂസർമാരാണെങ്കിലും സംസാരിക്കുന്ന വിഷയം എന്ന് പറയപ്പെടുന്നത് കോടികളുടേതാണ്. പക്ഷെ പാവപ്പെട്ട ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ കോടികൾ പോയിട്ട് കിട്ടുന്നവരുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഞാൻ 5 വർഷം ഡയറക്ടറായിരുന്നു. 1000 രൂപയായിരുന്നു പെൻഷൻ. സുരേഷ് കുമാർ ഇരുന്നപ്പോൾ 1000 രൂപയായിരുന്നു പെൻഷൻ. ഞങ്ങൾ 5 വർഷം കഴിയുമ്പോഴേക്കും അത് 4000 രൂപ ആക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. 5 വർഷം കൂടി ഞങ്ങൾ തുടർന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിപ്പോൾ ഒരു 10000 രൂപ. ആ 4000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ സിനിമാക്കാരെ എനിക്കറിയാം. ഇപ്പോൾ എന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ 2 മാസം മുടങ്ങി, കഴിഞ്ഞ 2 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ഞാനവിടെ വിളിച്ചപ്പോൾ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ദിനേശ് വിചാരിച്ച പെൻഷൻ കിട്ടുമെന്നാണ്. കിട്ടില്ല, നമ്മൾ ബോഡിയിൽ നിന്ന് പോയില്ലേ. ഇപ്പോൾ മധുപാലല്ലേ ചെയർമാൻ.
അപ്പോൾ ഞാൻ മധുപാലുമായിട്ട് ഈ അടുത്ത കാലത്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോഡി വിളിച്ചപ്പോൾ പറഞ്ഞത്, സാറേ ഇനി ഒരു 70 ലക്ഷം രൂപ കിട്ടിയാൽ 1 മാസത്തെ പെൻഷൻ കൊടുക്കാം, 2 മാസത്തെ മുടക്കമുണ്ട്, സർക്കാർ തരില്ലല്ലോ, സിനിമാ തിയേറ്ററിൽ നിന്ന് സെസ് പിരിക്കുന്ന പൈസ കൊണ്ടുമാണ് ഇത് നടത്താൻ. അപ്പോൾ എന്ത് പറ്റുന്നുണ്ടാൽ ഞാൻ സംസാരിച്ചപ്പോൾ അതിൻ്റെ PRO, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ PRO പറയുന്നത്, സാറേ തിയേറ്ററിൽ ആളില്ല, തിയേറ്ററിൽ ആൾ വന്നാലല്ലേ ടിക്കറ്റ് വിൽക്കൂ, ടിക്കറ്റ് വിറ്റാലല്ലേ സെസ് കിട്ടൂ, സെസ് കിട്ടിയാലേ പെൻഷൻ കൊടുക്കാൻ പറ്റും. ഇതൊന്നും നടക്കുന്നില്ല. അവിടെയാണ് ഒരു ദിവസം 3 ലക്ഷം രൂപ, ഒരു പടത്തിന് 30 കോടി രൂപ ഒക്കെ വാങ്ങിക്കുന്നത്. അത് ഒരു ചെറിയ ന്യൂനപക്ഷമാണെന്നേ. അതെ, സിനിമ എന്ന് പറയപ്പെടുന്ന ഈ പറഞ്ഞ പോലെ ഗ്ലിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതിൽ അത് മാത്രമേ കാണുന്നുള്ളൂ. അതാണ് അപ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു വിഭാഗക്കാരിങ്ങനെ ഒരു വിഭാഗമല്ല, ഭൂരിപക്ഷം. പക്ഷെ നിർമ്മാതാവടക്കം നേരത്തെ നിർമ്മാതാവിനെ എനിക്കറിയാം. അതിൻ്റെ താഴെ കിടക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അടക്കം, അല്ലെങ്കിൽ ഈ പറയുന്ന ആഹാരം കൊടുക്കുന്ന തുണി തയ്ക്കുന്നവനടക്കം അവർക്കൊക്കെ ഒരു ഷുഗറിന്റെ മരുന്ന് വാങ്ങിക്കുക ഈ 4000 രൂപ ഇട്ടിരുന്നെങ്കിൽ ഇൻസുലിൻ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ട്. 2 മാസം മുടങ്ങിയപ്പോൾ എത്ര പേരെന്ന് എന്നെ വിളിച്ചാൽ കണ്ണീർക്കാതെ പറയണേ, പൈസ വന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് വിളിക്കും. പക്ഷെ അവിടെ അപ്പുറത്തെ സൈഡ് നോക്കിയാൽ എക്കച്ചക്കமான പണം വന്നിട്ടേ കോടികൾ വന്നു, എന്നിട്ട് മതിയാവുന്നില്ല എന്നുള്ളതാണ്. ആർത്തി പണ്ടാരങ്ങളാണ്, മനസ്സിലായോ? അതിനിടയിലാണ് ഈ ബ്രാൻഡ് അംബാസിഡർ അല്ല ഈ ഉദ്ഘാടനം, ഈ താരരാജാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്ന തരത്തിലേക്ക് പ്രൊഡ്യൂസർമാർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? സുരേഷ് കുമാർ എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, ഈ നിലപാട് കുറച്ചുകൂടി ശക്തമാക്കിയാൽ. അല്ല, നടക്കില്ല. കാരണം എന്താ അറിയോ, നിങ്ങളിപ്പോൾ എൻ്റെ ഇന്ന് ഡേറ്റ് വാങ്ങുകയാണ് 70 ദിവസം. ഞാൻ 70 ദിവസം നിങ്ങൾക്ക് 30 കോടിക്ക് തരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ പറയുകയാണ്, ഞാൻ രാവിലെ 11 മണിക്കേ വരുള്ളൂ, എനിക്ക് 70 കഴിഞ്ഞു, ഞാൻ 11 മണി കഴിഞ്ഞേ വരൂ. 12 മണിക്ക് ഞാൻ പോവും ചെയ്യോ. ഉണ്ട് കഴിയുമ്പോൾ ഈ വയസ്സായതുകൊണ്ട് എനിക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കണം. ഞാൻ 3 മണിക്കേ വരും, 5 മണിക്ക് പോകും. നിങ്ങൾ എന്ത് തേങ്ങ എടുക്കും ഷൂട്ടിങ്? 150 ദിവസം. വടക്കം വീരകഥ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കാണാൻ പോയിട്ട് ഞാൻ ആലോചിക്കായിരുന്നു, 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഹരിഹരൻ എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമ ഇന്നത്തെ ഈ നിക്കറിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു അലവലാതി സംവിധായകൻ്റെ കയ്യിൽ ഏൽപ്പിച്ച 300 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യില്ലല്ലോ. കാരണം ഈ താരങ്ങളെ കിട്ടുമോ? രാവിലെ 11 മണിക്ക് വരിക, 1 മണിക്ക് പോവുക, 3 മണിക്ക് വരിക, 5 മണിക്ക് പോവുക. പുതിയ താരങ്ങളല്ലേ ഇങ്ങനെ ഈ 11 മണിക്ക് വരുന്നതും? അല്ല, എല്ലാവരും 11 മണിക്ക് വരുന്ന പുതിയ താരങ്ങളെന്ന് പറഞ്ഞാൽ വന്നോടെ മറ്റേ കാരവനിക്കരുന്ന് വലിക്കണമല്ല, ഭാവന വരാനായിട്ട്, അഭിനയം വരാനായിട്ട് വലിക്കണം. വലിച്ച് നാക്കിൻ്റെ ഇടയിലൊക്കെ ഒട്ടിച്ച് നിക്കറൊക്കെ ഇട്ടിരുന്ന്. ഇപ്പോൾ മോണിറ്റർ ഉള്ളതുകൊണ്ടേ മോണിറ്ററിൻ്റെ മുമ്പേ ഇരുന്ന് എടുത്ത ഷോട്ടൊക്കെ ചർച്ച ചെയ്ത്, അളിയ ഒന്നാമത് സംവിധാനമൊക്കെ സാറെന്നല്ലേ ഇപ്പോൾ വിളിക്കുന്നത്, അളിയാന്നാണ്. അളിയ ഈ ഷോട്ട് നമുക്ക് മറ്റേ തലവുത്തിന് എടുത്താലോ, ഉടനെ അളിയെ ഒന്നല്ല എൻ്റെ ഈ എടുത്തതെല്ലാം ഒന്ന് എടുക്കുക. അതുകൊണ്ടാണ് ഒരു പടത്തിൽ ഇപ്പോൾ 2 മണിക്കൂർ കഷ്ടിയാണ് ഒരു സിനിമ. ഞാൻ 10-40 വർഷം സിനിമ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു 60 സീനുണ്ടെന്ന് വെച്ചോ. 60 ഒരു ദിവസം ഒരു സീൻ എടുത്താൽ പോലെ 60 ദിവസം കൊണ്ട് തീരുമില്ലേ? തീരും. ഇവൻ ചാവ് പെലവിളി അടിയന്തരം എന്നൊക്കെ പറഞ്ഞ് ചെയ്യണത് 200 ദിവസം 250 ദിവസമാണ് ഷൂട്ട് ചെയ്യണത്. അന്തസ്സായിട്ടല്ലേ മോഹൻലാലിൻ്റെ ബാറോസിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ 1048 ദിവസം എന്തോ ഷൂട്ട് ചെയ്തത്. എന്ത് ചെയ്തുകൊണ്ടിരുന്നെന്ന് എനിക്കറിയില്ല. ഈ 1048 ദിവസം ക്യാമറ വാടകയ്ക്ക് എടുത്തെങ്കിൽ 10 ലക്ഷം രൂപയായിട്ടാണ് ഒരു ദിവസത്തെ ക്യാമറയുടെ വാടക. 1048 ദിവസത്തേക്ക് 10 ലക്ഷം വെച്ച് കൂട്ടി എത്ര ക്യാമറ വാങ്ങിക്കായിരുന്നു സ്വന്തമായിട്ട്? ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അല്ലെന്നേ. ഇതൊക്കെ കണ്ട ബ്ലാക്ക് മണി ഉള്ളവന്മാരെ വിളിച്ചുകൊണ്ടെന്ന് അവനെ പാർട്ണറാക്കിയിട്ട് അവൻ്റെ പൈസ വെച്ച് കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഏതെല്ലാം രാജ്യത്തൊക്കെ പോയി ചെയ്യുന്നു. എമ്പുരാൻ കിടന്നു പോയാലുള്ള അവസ്ഥ അടിച്ചു നോക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 10 എണ്ണം കിടക്കണമെന്നാണ് ഞാൻ. വീണു പോകും. അല്ല, 10 എണ്ണം വീഴണം, അങ്ങനെ മലയാള സിനിമ എമ്പുരാൻ വീഴാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തോ പാൻ ഇന്ത്യൻ മോഹൻലാലൊക്കെ ചോദിക്കുന്നില്ലേ, പാൻ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഇനി ചെയ്യാവുന്നു. മലയാളിക്ക് വേണ്ടി ഇപ്പോൾ സിനിമയെ അവർക്കൊന്നും താല്പര്യമില്ല, എല്ലാവരും പാൻ ഇന്ത്യനിലേക്കാണ് പോകുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനവും അല്ലെങ്കിൽ വരവേൽപ്പും പോലുള്ള എന്നും നമ്മൾ ഓർക്കുന്ന TP ബാലഗോപാലിനെ പോലെ ഗാന്ധിനഗർ സെക്കൻഡ് ഷീറ്റ് പോലുള്ള പടങ്ങളിലൂടെ വളർന്നു വന്ന മോഹൻലാൽ കേൾക്കുന്നത് പാൻ ഇന്ത്യൻ സിനിമയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അല്ലു അർജുന മസിൽ പിടിക്കാൻ പോവുകയാണ് അവരൊക്കെ കൂടെ, മനസ്സിലായില്ലേ? അപ്പോൾ മലയാള സിനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരാരും മലയാള സിനിമ ഇപ്പോൾ ചെയ്യുന്നില്ല. മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും മലയാള സിനിമ വന്നിട്ടുണ്ടോ? എല്ലാം ഷെർലോക്കും തേങ്ങയും മാങ്ങിയൊക്കെയല്ലേ വരണേ. ഏതെങ്കിലും മലയാളം നമുക്ക് മലയാളിത്വം ഉള്ളതായിട്ട് തോന്നില്ല. അപ്പോൾ അത് മതിയെന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു സിനിമ നിങ്ങളിപ്പോൾ ഞാൻ കേട്ടെ 80കളിൽ കേട്ട ഏതെങ്കിലും ഒരു പാട്ട്, വയലാറിനൊക്കെ നമുക്ക് ഒഴുകാം, പഴഞ്ചൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കളയും. 80കളിൽ കേട്ട ഏതെങ്കിലും ഒരു മനോഹരമായ പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു വരി ഇപ്പോൾ ഉള്ള ഏതെങ്കിലും സിനിമയിലുണ്ടോ? കാളപിടുക്കും പോലെ എന്തോ വിഷ്വലുകളുടെ പുറത്തൂടെ എന്തോ പറഞ്ഞുകൊണ്ട് പോകണുണ്ട്. തൊണ്ടവേദനയുള്ള ഏതോ ഒരുത്തം പാടിയത്. അത് പാട്ടെന്ന് ഞാൻ പറയും, എനിക്കറിയില്ല, ഞാൻ പാട്ടെന്ന് പറയും. പാട്ടറിയാവുന്ന മാത്രം പാടിയിരുന്ന കാലത്തിൽ നിന്ന് മാറിയിരിക്കും. അതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സുരേഷ് കുമാർ പറഞ്ഞ കാര്യം, ഞാൻ ഈ പ്രൊഡ്യൂസർമാരുടെ നമുക്ക് സങ്കടം എന്ന് പറയുന്നില്ല തന്നെ, പ്രൊഡ്യൂസർമാരുടെ സങ്കടമാണ്. കാരണം അവർക്ക് ഒരു 10 പൈസയുടെ വിലയില്ല. ഒരു സിനിമ എടുക്കുക, ഈ പണമുള്ള നേരത്തെ പറഞ്ഞതാണ്, മറ്റവൻ ഇവൻ്റെ പൈസയിൽ ക്യാരവാനിലിരുന്ന് സൂചിച്ച്
ഗൾഫിൽ ഉദ്ഘാടനത്തിന് മുമ്പ് എത്ര കോടി കിട്ടും, അല്ലെങ്കിൽ അടുത്ത സിനിമ നമുക്ക് ആർക്ക് ചെയ്യാമെന്നുള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രൊഡ്യൂസർ വെയിൽ കൊള്ളുന്ന അവസ്ഥയാണ് കേരളത്തിൽ. ക്യാഷ്യറുടെ റോൾ ഉണ്ടെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. ക്യാഷ്യറുടെ റോൾ പോലും ഇല്ല. അപ്പോൾ ഇനി സുരേഷ് കുമാറിൻ്റെ സങ്കടം, സുരേഷ് കുമാർ പറഞ്ഞ പോലെ ജൂൺ തൊട്ട് ഇത് സിനിമ നിർത്തിവെക്കാൻ പോകും. നിർത്തില്ല, അതിനും കുറേ ധാരണയിലൊക്കെ എത്തും. പക്ഷേ അപ്പോഴും എനിക്ക് സുരേഷ് കുമാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ചോദിക്കുക. ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് ചിത്രാഞ്ജലിയിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ചിത്രാഞ്ജലിയിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്ത് ചിത്രാഞ്ജലി വർക്ക് ചെയ്താൽ 2 ലക്ഷം രൂപ സബ്സിഡി കിട്ടും സർക്കാരിൻ്റെ. തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഫെഫ്ക അടക്കമുള്ള ഒരു കൊണ്ടുവന്ന് കൊടുത്താണ് അത് 10 ലക്ഷം രൂപ ആക്കണമെന്നുണ്ട്. ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തോമസ് ഐസക് വലിഞ്ഞളഞ്ഞു. ഈ സുരേഷ് കുമാർ അടക്കമുള്ള നിർമ്മാതാക്കളുടെ സംഘടന എവിടെയെങ്കിലും കേരളത്തിലെ സബ്സിഡി 10 ലക്ഷം ആക്കണമെന്നൊരു വാക്ക് പറയാത്തത്? താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാൻ നടക്കുന്നതിന് മുമ്പേ ആദ്യം ഇതൊക്കെ അല്ലേ ചെയ്യാവുള്ളത്? കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്നതിന് സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഭീമമായ വാടകയാണ് ഇപ്പോൾ വാങ്ങുന്നത്. ആ വാടകകൾ ഏകീകരിക്കണം. വാടക ഇല്ലാതെ സിനിമ ഷൂട്ട് ചെയ്യാൻ തള്ളണം. നിങ്ങൾക്ക് ഞങ്ങൾ 1 രൂപ ടിക്കറ്റ് വിറ്റാൽ 33 പൈസ നിങ്ങൾക്കല്ലേ തരുന്നത്. 10 പൈസ മുടക്കുമുതലില്ലാതെ സിനിമയിൽ നിന്ന് ടാക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 33 പൈസ തരുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ഷൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ തരണ്ടേ? ചോദിക്കണം. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ മനോഹരമായി കിടന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോ 180 കോടി എന്താ കിഫ്ബിയിൽ നിന്ന് കൊടുത്തിട്ട് കുറേ കോൺക്രീറ്റ് വനങ്ങൾ ഷാജിൻ കരുൺ ഉണ്ടാക്കി വയ്ക്കുന്നു. കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ. ഇങ്ങനൊരു ഭാവനയുള്ള സംവിധാനമാണെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ആ ഭാവനയുടെ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വങ്കത്തരം ചെയ്യൂ. ചിത്രാഞ്ജലി സ്റ്റുഡിയോ മുഴുവൻ കോൺക്രീറ്റ് കാടാക്കി മാറ്റുന്നു. ഇത്തരം കാര്യങ്ങളിൽ എന്താ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടാത്തത്? ഒരു 4 ഘട്ടോ ഒരു 8 ഘട്ടോ ചിത്രാഞ്ജലിയിൽ ഉണ്ടാക്കിയിട്ടിരുന്നെങ്കിൽ, 2 വശത്ത് ഷൂട്ട് ചെയ്യാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ദിവസം സർക്കാരിന് എത്ര രൂപ വാടക കിട്ടും? ഒരു എയർപോർട്ട് ഇപ്പോഴും കിട്ടുകയാണെങ്കിൽ രാമോജി ഫിലിസിറ്റി പോകണം. ഒരു റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ല ഇവിടെ. ചിത്രാഞ്ജലി ആന ചെയ്യും പൂനം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിം ഫെസ്റ്റിവലിന് നിങ്ങൾ 600 രൂപ 800 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് AC ക്യാബിനകത്ത് ആരെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചിട്ട് സിനിമ ചർച്ച ചെയ്യാം. മനസ്സിലായില്ലേ? ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചാണ് ഷാജിൻ കരുൺ. അതൊന്നും അല്ല ഇവിടെ ആവശ്യം. ഇവിടെ സിനിമ കൊച്ചു കൊച്ചു ബഡ്ജറ്റുകളിൽ എടുക്കുന്നത് ഈ സുരേഷ് കുമാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ചെറിയ ബഡ്ജറ്റ് ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. നേരെ മറിച്ച് നിങ്ങളെപ്പോലുള്ളവർ ചെറിയ സിനിമകൾ ഒരുപാടുണ്ടാകണം, വീണ് പോയാൽ പോലും ഒരു പ്രൊഡ്യൂസർക്ക് കൈ പൊള്ളരുത് എന്ന് വിചാരിക്കുന്ന സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെയാണ് ആദ്യം ഉണ്ടാക്കാനുള്ളത്. സർക്കാരിനെ കൊണ്ട് ഇതൊക്കെയാണ് ചെയ്യിക്കാനുള്ളത്. അല്ലാതെ സർക്കാരിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും എന്നല്ല പറയണ്ടേ. സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിക്കണം. അത് ചെയ്യിക്കുന്നില്ല. എനിക്ക് ഭയങ്കര നിരാശയുണ്ട് ആ കാര്യത്തിൽ. അത്തരം കാര്യങ്ങളെങ്കിലും ഇനിയെങ്കിലും ഈ സുരേഷ് കുമാറിനെ പോലുള്ളൊരു മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാം. ആ ഒരു ഇടപെടലെങ്കിലും ഉണ്ടായാൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള വാദങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പറ്റും അല്ലേ? താരങ്ങളുടെ പിന്നെ താരങ്ങൾ, ഈ വലിയ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങ് വിടുന്നേ. അവർ സ്വയം പ്രൊഡ്യൂസ് ചെയ്ത്, അവർ സ്വയം ഡയറക്റ്റ് ചെയ്ത്, സ്വയം അഭിനയിച്ച്, സ്വയം പൊളിഞ്ഞു പോട്ടെന്നേ. അങ്ങനെ ചെറിയ ചെറിയ പടങ്ങളെടുത്ത് വിജയിപ്പിക്കുന്നത്. കൊച്ചു കൊച്ചു പടങ്ങൾ ഇവിടെ എത്രയോ ഓടി സാധ്യതയും സാഹചര്യവും ഉണ്ട്. ഇവരെ തന്നെ വേണം എന്നുള്ള ഒരാവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒഴിവാക്കിയാൽ ഈ പറയുന്ന വാദങ്ങൾ വർഷത്തിൽ ഇപ്പൊ എത്രയോ വർഷമായിട്ട് 2 പടമാണ് അങ്ങേറ്റം മമ്മൂട്ടി, 2 പടമാണ് മോഹൻലാൽ ചെയ്യണേ. 200 ശിഷ്ടം പടം ഇറങ്ങുന്നിടത്ത് ഈ 4 പടങ്ങളെ അങ്ങ് മറക്കുന്ന, ഇഗ്നോർ ചെയ്ത് കളാ. എന്നിട്ട് അവരുടെ പുറകെ പോകാതെ അവർ 30 കോടിയോ റൈറ്റൊക്കെ വാങ്ങട്ടെ. അല്ല, അവർ 2 പേരെ മാറ്റിയാൽ തന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു നടൻ ഞാൻ ഈ പറഞ്ഞ പോലെ പേര് പറയുന്നില്ല. ആ നടൻ വന്നപ്പോൾ 25 ലക്ഷം രൂപ കൊടുത്ത് ഒരു 2-3-4 സിനിമ കഴിഞ്ഞ ശേഷം നായകനായിട്ട് 25 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ആ സിനിമ ഒന്ന് ക്ലച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് വരുമ്പോൾ 1.5 കോടിയാണ് ചോദിക്കുന്നത്. അത് കഴിയുമ്പോൾ 3 കോടിയാണ് ചോദിക്കുന്നത്. അവിടെയാണ് സുരേഷ് കുമാർ പറയുന്നത്, ഒരു പടം വിജയിക്കുമ്പോൾ 2 കോടി ശമ്പളം കൂട്ടുന്നവൻ ഒരു പടം പൊളിയുമ്പോൾ 2 കോടി കുറയ്ക്കണം. ഇവന്മാർ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഒരു പുതിയ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു വടക്കേ ഇന്ത്യയിലെ ഒരു വലിയ കുത്തക മുതലാളി വരെയാണ്. അവനെ കുത്തുവാള എടുപ്പിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചോ? ഒരു സിനിമ എടുക്കാൻ പോവാണ്. ആ സിനിമയിലേക്ക് 4-5 പേര് വേണം. എല്ലാം പിച്ചക്കാരന്മാർ മതി. അതാണ് പ്രശ്നം. അപ്പോൾ എറണാകുളത്തുള്ള നിർമ്മാതാവ് കൂടിയായ ഒരു പിച്ചക്കാരനെ സമീപിച്ചപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ ഞാൻ കഴിഞ്ഞ പടത്തിന് വാങ്ങിച്ചതേ 1.60 1.60 1,60,00,000 രൂപ. അതായത് യവന് കഞ്ചാവ് വേഷങ്ങൾ, കള്ളൻ, കൊള്ളക്കാരൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാന്യമായ ഒരു കാക്കി യൂണിഫോം ഇട്ട് പോലും അഭിനയിക്കാൻ പറ്റാത്ത ഒരുത്തൻ. കോമഡിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ് അയാളെ. പടത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കും, അതുകൊണ്ട് ഞാൻ പറയില്ല. അപ്പോൾ അവൻ്റെ ഈ പോയ സംവിധാനം ചെയ്യാൻ പോണ മഹാൻ പറയാണ്, എടാ ഉത്തരേന്ത്യക്കാരല്ലേ പ്രൊഡ്യൂസർ, നീ 1.70 വാങ്ങിച്ചോ, 1.60 വാങ്ങിക്കുന്നമായി സംവിധായകൻ്റെ പറയാൻ അണ്ണൻ്റെ പടം വേണ്ട, അണ്ണ 1.5 തന്നാൽ മതി, 1,50,00,000 തന്നാൽ മതി എന്ന് പറഞ്ഞപ്പം സംവിധായകൻ പറഞ്ഞു കൊടുക്കുക, നീ 1.70 വാങ്ങിച്ചോടേ, എനിക്ക് ഡേറ്റ് തന്നാൽ മതി എന്ന്. പിന്നെ എങ്ങനെ സിനിമ നന്നാവും? ഈ ഉത്തരേന്ത്യക്കാരൻ പിന്നെ സിനിമ എടുക്കുമോ? ഈ പടം എടുത്താൽ അതോടെ അവൻ ആണി അടിക്കും. തീർന്നു. നമ്മുടെ എന്താ പറയുക, ഹൈദരാബാദിൽ നിന്ന് ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ വലിയ പടങ്ങൾ നിരന്തരമായി ചെയ്യാൻ വന്ന ഒരാൾ ആദ്യം ചെയ്യിച്ചത് ജയരാജിനെ കൊണ്ടാണ്.
എങ്ങനെ കുത്തുവാളടിപ്പിക്കുക അത്രയും എടുപ്പിച്ച് ആ അട്ടർ ഫ്ലോപ്പാക്കി ഒരു പടം ചെയ്ത് കൊടുത്തു. അയാൾ അതോടുകൂടി മലയാള സിനിമ എടുക്കുന്നത് നിർത്തി. നമ്മൾ ഈ പേര് പറയുമ്പോൾ നാളെ ജയരാജ് കാണുമ്പോൾ എന്നെ മുഖത്ത് നോക്കില്ല. നമ്മൾ ഈ ഉള്ളത് പറയുന്നത് ആൾക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ വരുന്നവന് ഒരു പൂ കൃഷി മതി. അതെ, വരുന്നവനെ അപ്പം തീർത്ത് വിടണം. നമുക്ക് എന്ത് കിട്ടും? ഇവിടേക്ക് വരാൻ പാടില്ല. നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഉത്തരേന്ത്യയിലെ ഒരാൾ വരികയാണ്, ആയിരക്കണക്കിന് കോടി മുടക്കാനാണ് വരുന്നത്. ആദ്യമായിട്ടൊരു പടം ചെയ്യാൻ പോകുന്നിടത്ത് അത് ചെയ്യാൻ പോണ സംവിധായം പറയാണ്, അവന് വേണ്ടി 1.5 കോടിക്ക് ചെയ്യാന്ന് പറഞ്ഞവൻ്റെ അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ 1.5 വേണ്ട 1 എഴുതു വാങ്ങിച്ചോ. അല്ല, ഇവിടെ മാറേണ്ടത് ഇവർ തന്നെയാണ്, ഈ സംവിധായകർ. അല്ല, ഈ ചിന്തകൾ അതെ, ഈ രീതികൾ പൈസ മുടക്കുന്നവൻ നിലനിൽക്കണം എന്നുള്ളൊരു ബോധം വരാത്തിടത്തോളം കാലം. ഞാൻ കേട്ടെ, ഇവിടെ എന്താ സിനിമ എടുക്കാൻ അറിയാത്തവന്മാരാണ് സിനിമ എടുക്കണം എന്നൊക്കെയാണല്ലോ ഇവിടെ പലരും പറയുന്നത്. കൺമണി ബാബു എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു ഇവിടെ. 17 വയസ്സായതുകൊണ്ട് ചെക്ക് ഒപ്പിടാൻ പറ്റില്ലായിരുന്നു. 18 വയസ്സായാലും ചെക്ക് ഒപ്പിടാവും. 1 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ചെമ്മീൻ എടുത്തത്. അവസാനം വാടക വീട്ടിൽ കിടന്നാണ് ആ മനുഷ്യൻ മരിച്ചത്. PKR പിള്ള 365 ദിവസം ഓടിയ ചിത്രമെടുത്ത പ്രൊഡ്യൂസറാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. അയാൾ വളർത്തിയെടുത്ത ഒരു സിനിമ, ആ ചിത്രം എന്ന് പറഞ്ഞ പടം 100 ദിവസം ഓടിയപ്പോൾ മോഹൻലാലിനും പ്രിയദർശനും എന്തോ 10 സ്വർണ്ണ കോയിനും മാരുതി കാറും കൊടുത്ത ആ മനുഷ്യൻ അവസാനമായി അൾഷിമേഴ്സ് ബാധിച്ച് കിടന്നപ്പോൾ ജനാല ചില്ലിലൂടെ താഴേക്ക് ആരെങ്കിലും ഗേറ്റ് കയറി വരികയാണെങ്കിൽ ലാലുമോനാണോ വരണമെന്ന് ചോദിക്കുമായിരുന്നു. ഞാനടക്കം മോഹൻലാലിനെ അറിയിച്ചിട്ട് മോഹൻലാൽ B. ഉണ്ണികൃഷ്ണനോട് പറഞ്ഞത്, ദിനേശനോട് ചോദിക്കൂ, പിള്ള സാറിന് സാമ്പത്തികമായിട്ട് വല്ലതും വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. നേരി കാണില്ല. എനിക്ക് രവി പിള്ളമാരെ ഹെലികോപ്റ്ററിൽ മറ്റേ കൊറോണ കാലത്ത് സർക്കാരിൻ്റെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ഗുരുവായൂർ പോയി രവി പിള്ളമാരുടെ മക്കളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. എനിക്ക് PKR പിള്ളയെ കാണാൻ താല്പര്യമില്ല. ഞങ്ങളുടെ ഗുഡ് നൈറ്റ് മോഹൻ എന്തുകൊണ്ടാണ് സിനിമ നിർത്തിയത്? എനിക്ക് നല്ല ബന്ധമുള്ള ആളായിട്ട് പറയാം. മോഹൻ സാർ എന്തുകൊണ്ട് നിർത്തി? മലയാള സിനിമ എത്ര കോടിയാണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻസും തേങ്ങി മാങ്ങി എന്ന് പറഞ്ഞ് വാങ്ങിച്ച് നശിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞ് എന്നെ വലിപ്പിക്കാൻ ഞാൻ ഒന്നും കൊടുക്കില്ല, കാരണം കൊതുവിൻ്റെ ശാപം കിട്ടിയ പൈസയാണ്. ഞാൻ ഇനി അതിനെ കൊണ്ട് നെയ്മാർ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സിനിമയെ നിർത്തി. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിർമ്മാതാക്കളെ ഒരുപാട് പേരെ ചതിച്ച കഥ ഇവിടെ പറയാനുണ്ട്. എനിക്ക് സുരേഷ് കുമാറിന് അടക്കമുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ പഴയ പൂച്ചക്കൊരു മുഖത്തേക്ക് എടുത്ത പോലത്തെ കൊച്ചു കൊച്ചു പടങ്ങൾ എടുക്കുക. സിനിമ മാറി, പ്രേക്ഷകൻ്റെ ആസ്വാദന ക്ഷമത മാറി. നമ്മൾ അല്ലു അർജുൻ്റെ പടേ കാണുള്ളൂ, അങ്ങനെ IP മലയാളി എന്നൊന്നും പറയരുത്, അല്ലെങ്കിൽ വിജയുടെ പടേ കാണുള്ളൂ. നമ്മൾ അതുകൊണ്ട് 1000 കോടിയുടെ പടം എടുക്കാനൊന്നും നടക്കണ്ട. ആന ചെയ്യുന്നതൊന്നും ആട് ചെയ്യരുത്, കീറിപ്പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പറഞ്ഞ പോലെ സുരേഷ് കുമാർ അടക്കമുള്ള പ്രൊഡ്യൂസർമാർ അതാരാണോ ഈ പണം മുടക്കുന്നവരെ ബഹുമാനിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു മലയാള സിനിമ എന്നുള്ളതാണ്. നടന്മാരോ താരങ്ങളോ തീരുമാനിക്കുന്നവരാകരുത് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത്. ഈ നിർമ്മാണം നടത്തുന്നവർ, പണമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്, ആ പണം മുടക്കുന്നവരെ അവരൊരു ഈ സിനിമയുടെ നിർമ്മാതാക്കളാണ് എന്നുകൂടിയെങ്കിലും മനസ്സിലാക്കുവാനുള്ള ഒരു മാറ്റം, ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസം അത് വരുത്തേണ്ടതുണ്ട് മലയാള സിനിമയിൽ. അത് വന്നാൽ മാത്രമേ സുരേഷ് കുമാർ പറയുന്ന പാതയിലേക്ക് സിനിമ എത്തൂ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും ദിനേശേട്ടാ നല്ലതെന്ന് തോന്നുന്നല്ലേ? ഉറപ്പായിട്ടും.